CSLC ക്യാപ്പിനെ പറ്റി പറയുമ്പോൾ ഒരു ഒരു പേഷ്യൻറ്റിന് അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ കൂടെ ഉള്ളവർക്ക് അല്ലെങ്കിൽ ഈവൻ ഡോക്ടേഴ്സിന് പോലും ഒരു സംശയം തോന്നാം. എങ്ങനെയാണ് ഈ ജീവിതശൈലി ക്ലിനിക്കലി സപ്പോർട്ടഡ് ആയിട്ട് മാനേജ് ചെയ്യുകയും കറക്റ്റ് ചെയ്യുകയും ചെയ്താൽ ഹാർട്ടിൻ്റെ പ്രോബ്ലം ഉള്ള ആൾക്ക് അതുകൊണ്ട് എന്താ ഗുണം, എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഹാർട്ടിൻ്റെ കാര്യത്തിന് അയാളൊരു കാർഡിയോളജിസ്റ്റിനെ ആയിരിക്കും കോണ്ടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ലിവർ സംബന്ധമായിട്ട് ഒരു ഹെപ്പറ്റോളജിസ്റ്റിനെ ആയിരിക്കാം, അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായിട്ട് നെഫ്രോളജിസ്റ്റിനെ ആയിരിക്കാം കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഈ 3 അസുഖമുള്ള ആളാണെങ്കിൽ അയാൾ ഈ 3 ഡോക്ടേഴ്സിൻ്റെ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പോവാതെ എങ്ങനെയാണ് അയാൾ ഒരു കോമൺ അപ്രോച്ചിൽ അയാൾക്ക് ബെനിഫിറ്റ് ചെയ്യാം? ഞാൻ അതിനൊരു പേഷ്യൻറ്റിൻ്റെ ഒരു എക്സാമ്പിൾ തന്നെ പറയാം. ഇപ്പം നമ്മളുടെ ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് സെനാരിയോയിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു പേഷ്യൻ്റ് വന്നു, അവർ ഓൾറെഡി റീനൽ ഫെയിലിയറിലാണ്. അദ്ദേഹത്തിന് സെൻട്രൽ വെയിൻ ഇട്ടിട്ട്, അതായത് നമ്മൾ ഇതിലേ കൂടെ ഒരു കാനുല ഇട്ടിട്ട് എമർജൻസി ആയിട്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ലാസ്റ്റ് 1 ഇയർ ബാക്ക്, ലാസ്റ്റ് മാർച്ചിൽ ഒരു 3 വർഷമായിട്ട് അറിയാൻ, ഡയബറ്റിക് ആണ്, കുറേ വർഷങ്ങളായിട്ട് ഹൈപ്പർ ടെൻഷനുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്. 3 വർഷമായിട്ട് അറിയാം കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ട്. അന്നേരം 1.2 ഉണ്ടായിരുന്നുള്ളൂ ക്രിയാറ്റിൻ. അത് കഴിഞ്ഞിട്ട് ഒരു നെഞ്ചുവേദന വന്നു. നെഞ്ചുവേദന വന്നപ്പം ഒരു ആൻജിയോഗ്രാം ചെയ്തു. അപ്പം ആൻജിയോഗ്രാം ചെയ്യുന്ന ലാസ്റ്റ് ഇയറിൽ ആൻജിയോഗ്രാം ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് 2.8 ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ക്രിയാറ്റിൻ. അത് ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അത് റീനൽ ഫെയിലിയറിലേക്ക് പോയി. ക്രിയാറ്റിൻ 8 ആയി. ലാസ്റ്റ് സ്റ്റേജ് 5 റീനൽ ഫെയിലിയറിലേക്ക് പോയി. അത് പിന്നെ കുറച്ച് ഇതൊക്കെ ചെയ്ത് ഇമ്മീഡിയറ്റ്ലി ഇതിൻ്റെയൊക്കെ കാര്യം കഴിഞ്ഞപ്പോഴേക്കും അത് പതുക്കെ കുറച്ച് 4ലേക്ക് കൊണ്ടുവരാൻ പറ്റി. ക്രിയാറ്റിൻ 4ലേക്ക് കൊണ്ടുവരാൻ പറ്റി. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ നെഞ്ചുവേദനയുടെ കാര്യം പോലും അപ്പോഴും ശരിക്കും ഹാർട്ടിൻ്റെ പ്രോബ്ലം ആയിരുന്നില്ല. സ്റ്റെൻ്റൊന്നും ഇടേണ്ട വന്നില്ല. ഈ ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൽ പ്രോബ്ലം ഒന്നും ഇല്ലെന്ന് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെയാണ് മനസ്സിലായത് റിബിന്, ഒരു വാരിയലിനൊരു ചെറിയൊരു ക്ഷതം പോലെ വന്നിട്ടുണ്ട്. അതായിരുന്നു നെഞ്ചുവേദനയായിട്ട് തോന്നിയത്. അപ്പം നമ്മളൊരു ആൻജിയോഗ്രാം ചെയ്ത് അദ്ദേഹം റീനൽ ഫെയിലിയറിലേക്ക്, ഒരു സ്റ്റേജ് 3 റീനൽ ഫെയിലിയറിൽ ഇരുന്ന ആൾ സ്റ്റേജ് 5 റീനൽ ഫെയിലിയറിലേക്ക് ഒറ്റ ഒരു പ്രൊസീജിയർ കൊണ്ട് പോയി എന്നുള്ളതാണ്.